വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. സുപ്രധാന കൽപ്പനകൾ. ഒരു നിയമജ്ഞൻ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം നിയമങ്ങളും പ്രമാണങ്ങളും. ക്രിസ്തു ദർശനം. ഈ ലോകത്തിന് യേശുവിൻ്റെതായ സംഭാവന, യേശുവിൻ്റെതായിട്ടുള്ള ദർശനവും ലോകത്തിന് യേശു നൽകിയ പുതിയ കാഴ്ചപ്പാടുകളുമാണ് എന്ന് പറയാം. യേശുവിൻ്റെതായിട്ടുള്ള ദർശനങ്ങളും കാഴ്ചപ്പാടുകളും യേശുവിനെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിയാക്കി തീർത്തു. അതോടൊപ്പം വിഭിന്നമായിട്ടുള്ള ഒരു വ്യക്തിത്വവും യേശുവിനെ ജനങ്ങൾ ആരോപിക്കാനിട വന്നു. യേശുവിന്റെ കാലത്ത് തന്നെ ഒരു വിഭാഗം ആളുകള് അവരിൽ നിന്ന് വ്യത്യാസപ്പെട്ട എല്ലാ തരത്തിലും വ്യതിരിക്തമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിനെ നോക്കിക്കാണാൻ ശ്രമിച്ചതോടുകൂടെ വിഭിന്നമായതിനെ എതിർക്കുക എന്നുള്ളത് മനുഷ്യ സാഹചര്യം കൂടി ആയതുകൊണ്ട് എതിർപ്പുകൾ നേരിടാൻ, അഭിമുഖീകരിക്കാൻ ഇടവന്ന ഒരു സ്ഥിതിവിശേഷം യേശുവിന്റെ ജീവിതത്തിലുണ്ടായി. അതിനും പുറമെ ചില വ്യക്തികളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിനെതിരായിട്ട് ചില വിവാദങ്ങൾ സൃഷ്ടിക്കാനും സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകള് ശ്രമിച്ചു എന്നും നമ്മൾ കാണുന്നു. അതിൽപ്പെട്ടവരാണ് ഫരീസയര്, സദുക്കായര്, നിയമപണ്ഡിതന്മാര്, ഹെറോദിയ പക്ഷക്കാര്. ഇവരൊക്കെ യേശുവിനെ വിവാദത്തിൽ കൊടുക്കാനും വിവാദങ്ങൾ സൃഷ്ടിക്കാനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും കൂടുതൽ അന്വേഷണ ത്വരയോടുകൂടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. യേശുവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് അനുസരിച്ച് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല, മരണത്തിന് ശേഷമാണ് അവന്റെ നിത്യജീവിതം ആരംഭിക്കുന്നത് തന്നെ. ഈ ഒരു ദർശനം അപ്പാടെ നിഷേധിക്കുകയും അത് ബാലിശമാണെന്ന് വാദിക്കുകയും ചെയ്യുന്ന ചിലര് ഒന്നിച്ചുകൂടി യേശുവിനെ ചോദ്യം ചെയ്യാൻ എന്ന രീതിയിൽ രംഗത്ത് വരികയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് പണ്ഡിതോചിതവും എന്നാൽ അതേ സമയത്ത് തന്നെ യുക്തിഭദ്രവുമായ രീതിയിലുള്ള യേശുവിന്റെ മറുപടി കേട്ടും കണ്ടും യഥാർത്ഥത്തിൽ വിസ്മയം തോന്നാൻ ഇടവന്നു അവരിൽ പലർക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം. ഇങ്ങനെ വിസ്മയം തോന്നിയ ചില ആളുകളിൽ ഒരു നിയമപണ്ഡിതൻ യേശുവിനെ ഒന്നുകൂടി പരീക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം ഒരു വശത്ത്, യേശുവിന്റെ ഉത്തരങ്ങൾ കേൾക്കുക എന്നുള്ളത് മറ്റൊരു വശത്ത്. അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള വികാര വായ്പോടുകൂടെ യേശുവിനെ സമീപിച്ചുകൊണ്ട് ഒരു വിഷമം പിടിച്ച ചോദ്യം എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ആയിട്ട് യേശുവിനെ അഭിമുഖീകരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രമേയം തന്നെ. ആ നിയമപണ്ഡിതൻ യേശുവിനോട് ചോദിക്കുന്നു, ഗുരുവോ, പ്രമാണങ്ങളിൽ ഏറ്റവും വലിയത് ഏത്? ഏറ്റവും പ്രാധാന്യമേറിയത് ഏത് പ്രമാണമാണ്?
വിഷമകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന് യേശുവിന്റെ തനിമയാർന്ന ഉത്തരം തീർത്തും ദൈവവചന അധിഷ്ഠിതമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ സ്നേഹിക്കുക. അതുപോലെ തന്നെ നീ തന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശുവിന്റെ ദർശനമനുസരിച്ച് പ്രമാണം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് സ്നേഹത്തിലൂടെയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് അല്ലാത്ത ഒരു പ്രമാണത്തിനും പ്രസക്തിയും നിലനിൽപ്പും ഇല്ല എന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. ആ സ്നേഹത്തിന് ദൈവ ആഭിമുഖ്യത്തിലും സഹോദര ആഭിമുഖ്യത്തിലും ഉള്ള വളർച്ചയും അതിന്റെ പ്രവർത്തന ശൈലികളും ഏതൊരു വ്യക്തിയിൽ പ്രവർത്തന നിരതമാകുന്നുവോ ആ വ്യക്തിയാണ് പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ചിന്ത. യേശുവിന്റെ ഉത്തരത്തിന്റെ സമഗ്രതയുടെ ആഴങ്ങള് മനസ്സിലാക്കിയിട്ടുള്ള നിയമപണ്ഡിതൻ യഥാർത്ഥത്തിൽ വിസ്മയിച്ചു എന്ന് സുവിശേഷകനായ മർക്കോസ് നമ്മോട് പറഞ്ഞു തരികാൻ മറന്നിട്ടില്ല. അത്രയും സമഗ്രതയിലും അതിന്റെ പൂർണ്ണതയിലും അതിന്റെ ധന്യതയിലും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു യേശു നൽകിയത് എന്ന് നിയമപണ്ഡിതന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആ നിയമപണ്ഡിതൻ മുതിർന്നില്ല എന്ന് സുവിശേഷത്തിൽ നാം കാണുന്നു. ഇതിൽ നിന്ന് ഒരു സത്യം നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതും നാം മറക്കരുത്. നന്മ ചെയ്യണം, നല്ലതാകണം എന്ന് വെച്ചതുകൊണ്ട് മാത്രമായില്ല. നന്മ ചെയ്യാനും നല്ലവരായി തീരാനും നാം കടക്കേണ്ടതായിട്ടുള്ള കടമ്പകൾ പല തരത്തിലും പല തലത്തിലുമുള്ളതാണ് എന്നത് നാം മറക്കാനിട വരരുത് എന്ന സത്യം ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. പലരും നമ്മളെ സമീപിക്കും, പല ചിന്തകളോടുകൂടി സമീപിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണുമടച്ച് നല്ലത് ചെയ്താൽ അത് നന്മയായി തീരണമെന്നില്ല. അതിനെ ആ സമയത്ത് ആർജവ ബുദ്ധിയോടുകൂടിയും യുക്തിഭദ്രമായ രീതിയിലും വിവേകത്തോടു കൂടിയും പെരുമാറാൻ നാം പഠിക്കേണ്ടതുണ്ട്. എങ്കിലേ ഉദ്ദേശിക്കുന്ന നന്മ നമ്മിലൂടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം നാം ഗ്രഹിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം.